സ്വാമി ശരണമയ്യപ്പ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പാണല്ലോ ശബരിമല നട തുറന്നത്. തുലാം 30 വൈകിട്ട് നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടു കൂടി നട തുറക്കും. അങ്ങനെയാണല്ലോ ചടങ്ങ്, വൃശ്ചിക മാസ പൂജയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഓർമ്മയിൽ 2009 2010 തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ പോയത്. അതും തുലാം മാസം 30 കാലത്ത് പുലർച്ചെ നമ്മൾ പുറപ്പെടുകയും കെട്ട് നിറച്ച് പുറപ്പെടുകയും അതിൻ്റെ തലേ ദിവസം കെട്ട് നിറച്ച് പിറ്റേ ദിവസം കാലത്ത് പുറപ്പെട്ടു. നമ്മൾ ഏകദേശം 5 മണിയോടുകൂടി വൈകിട്ട് 5 മണിയോടുകൂടി ശബരിമലയിൽ എത്തുകയും ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം നമുക്ക് കേൾക്കാനിടയായിരിക്കുകയും ചെയ്തു. അതായത് അന്ന് ആരെയും ഉള്ളിൽ കടത്തിവിടാത്ത കാരണം അത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത്, അതായത് നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. ഏകദേശം 5 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ശബരിമലയിൽ എത്തുകയും എന്നിട്ട് ഒരു 11 മണി ശേഷമാണ് ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ശബരിമലയിൽ പോയ സമയമായിരുന്നു. തിക്കും തിരക്കായിരുന്നു. ഓരോരുത്തർ ഈ ക്യൂവിൽ നിന്ന് മറ്റേ ക്യൂവിലേക്ക് ചാടുന്നു. അതാണ് ഈ ശബരിമലയിലെ ഏറ്റവും വലിയ പ്രശ്നം. കുറച്ച് തിരക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചാടും. പിന്നെ ഈ ക്യൂവിൽ നിന്നാണ് ആൾക്കാർ വിടുന്നത് കണ്ടാൽ ഈ ക്യൂവിലേക്ക് ചാടും. പിന്നെ ഈ ക്യൂ ബ്ലോക്ക് ചെയ്ത് ആ ക്യൂവിലേക്ക് വിടുമ്പോൾ അതിലേക്ക് ചാടും. അങ്ങനെ ചാടി ചാടി അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ കൂട്ടം തെറ്റി. ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ പോയ സമയമായിരുന്നു. ഞാൻ കൂട്ടം തെറ്റി കഴിഞ്ഞപ്പോൾ എങ്ങനെ എൻ്റെ കൂടെയുള്ളവരുടെ അടുത്തെത്തുമെന്ന് ഒരു പിടിയില്ല. ശബരിമല എന്നൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്ത് ചെയ്യുമെന്നൊരു എത്തും പിടിയും കിട്ടാതെ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോകാൻ ഇടയായി. ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വിളിച്ചു പറയില്ല, കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഹരിവരാസനം പാടി നടയടച്ചു. ഇനി മൈക്ക് ഓൺ ചെയ്ത് ആൾക്കാരെ കാണുന്നില്ല എന്ന് വിളിച്ചു പറയില്ല, നാളെ കാലത്ത് ഇനി വിളിച്ചു പറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ എന്തോ മൈൻഡിൽ ആരോ എന്ന് പറഞ്ഞ പോലെ തോന്നി, ഈ ഒരു സ്ഥലത്ത് അവർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും കറക്റ്റ് ആ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തുകയും അതേ റൂമിൽ ഭാഗ്യത്തിന് ഞാൻ അവർ ബെല്ലടിച്ച് ഉള്ളിൽ കയറുമ്പോൾ അവരവിടെ ഇരിക്കുന്നു. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം. അതെനിക്ക് എവിടെയാണ് ഒരു റൂം ബുക്ക് ചെയ്തതെന്നറിയില്ല, ഏതാ റൂം എന്നറിയില്ല, ഒന്നും അറിയാതെ കറക്റ്റ് ഞാൻ അവിടെ എത്തി. അത് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രമാണ്. അതായത് അയ്യപ്പൻ്റെ ഒരു സാന്നിധ്യം ശബരിമലയിലുണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് ശബരിമലയിൽ ഇതുപോലെ തിക്കും തിരക്കാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ കണ്ടു. അതിൽ കണ്ട ആൾക്കാർ മാല പമ്പയിൽ ഊരിയിട്ടിട്ട് പോകുന്നു. പിന്നെ എന്തിനാണ് അവർ 41 ദിവസം വ്രതം എടുത്തത്? പമ്പയിൽ ഊരിടാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം അയ്യപ്പന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പം ഞാൻ എൻ്റെ അളിയനും കൂടി കഴിഞ്ഞ 2023 ശബരിമലയിൽ പോകുമ്പോൾ ന്യൂസിലെല്ലാം ഭയങ്കര തിക്കും തിരക്കാണ് ശബരിമലയിൽ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോയതൊരു ഞായറാഴ്ച. അതായത് തിരക്ക് ഏറ്റവും കൂടുതലുണ്ടാകുന്ന ഒരു സമയമായിരുന്നു ഞായറാഴ്ച. നമ്മൾ നല്ല വ്രതമെടുത്തിട്ടൊക്കെ പോയത്. പക്ഷേ ഒരു തിരക്കുണ്ടായിരുന്നില്ല. അതായത് ന്യൂസിൽ അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും പിന്തിരിഞ്ഞു. ഭാഗ്യം കൊണ്ട് നമുക്കൊരു തിരക്കുണ്ടായില്ല. അയ്യപ്പനെ സുഖമായി കാണാൻ സാധിച്ചു. അതിപ്പോൾ നമ്മുടെ ഗുണം കൊണ്ട് മാത്രമല്ല, നമ്മുടെ കൂടെ വന്നവരുടെ വ്രതമെടുക്കലും മറ്റുള്ളവരുടെ വ്രതമെടുക്കലും അത്ര ശുദ്ധിയോടെയാകണം. അപ്പോൾ അയ്യപ്പൻ നീ വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ VIP വരുന്നതും VIP പാസും പിന്നെ ബന്ധുക്കളെ കയറ്റിവിടുന്നതും അതൊന്നും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ തിക്കും തിരക്കും ഈ സമയങ്ങളിൽ അവരൊന്ന് നിയന്ത്രിക്കണമെന്ന് ഒരു അപേക്ഷ. അയ്യപ്പനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അയ്യപ്പൻ മാറ്റിത്തരും. സ്വാമി ശരണമയ്യപ്പ.